ഹലോ ഡിയേഴ്സ്, 4ാം ക്ലാസ്സിലെ മക്കൾക്ക് ഷുവറായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡയറി എൻട്രി. അപ്പോൾ നമുക്ക് ഡയറി എങ്ങനെ എളുപ്പത്തിൽ എഴുതാം, ക്വസ്റ്റ്യനിലുള്ള വേർഡ്സ് തന്നെ യൂസ് ചെയ്തിട്ട്. അതായത് 4ാം ക്ലാസ്സിലെ മക്കൾക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷിൽ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യനിലുള്ള സെൻറ്റൻസ് വെച്ച് തന്നെ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഡയറി എഴുതാം. ഓക്കെ, ഇവിടെ നോക്കൂ, ഒരു മോഡൽ ക്വസ്റ്റ്യനാണ്. ദിൽന വെന്റ് ടു സീ ദ വില്ലേജ് സൈറ്റ്സ് വിത്ത് ഹെർ ഗ്രാൻഡ്മ. ഗ്രാൻഡ്മ ടുക്ക് ഹെർ ടു നിയർ ബൈ പാഡി ഫീൽഡ്സ്, പോണ്ട് ആൻഡ് ഹിൽസ്. ഗ്രാൻഡ്മ അവളെ എവിടത്തേക്കൊക്കെ കൂട്ടിക്കൊണ്ടുപോയി? പാഡി ഫീൽഡ് വയൽ കാണാൻ വേണ്ടി, പോണ്ട് കുളം, ഹിൽസ് കുന്നുകൾ. ഷീ എൻജോയ്ഡ് ദ ബ്യൂട്ടി ഓഫ് ദ വില്ലേജ്. അവൾ ആ വില്ലേജിൻ്റെ മനോഹാരിത ആസ്വദിച്ചു. ഇൻ ദ നൈറ്റ്, രാത്രിയിൽ, അത് കൂടാതെ രാത്രിയിൽ ഗ്രാൻഡ്മ ടോൾഡ് ഹെർ മെനി സ്റ്റോറീസ്, ഒരുപാട് കഥകൾ കൂടി പറഞ്ഞു കൊടുത്തു. ദിൽന റീച്ച്ഡ് ബാക്ക് ഹോം ആഫ്റ്റർ സ്പെൻഡിങ് ഹോളിഡേയ്സ് വിത്ത് ഗ്രാൻഡ്മ. ദിൽന വീട്ടിൽ തിരിച്ചെത്തി ഗ്രാൻഡ്മയുടെ കൂടെ ഹോളിഡേയ്സ് ആഘോഷിച്ചതിന് ശേഷം. ഷീ വാസ് വെരി മച്ച് ത്രിൽഡ്. അവൾ നല്ല ത്രിൽഡായിരുന്നു. ഷീ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഹെർ എക്സ്പീരിയൻസസ് ഇൻ ഹെർ ഡയറി. അവൾ അവളുടെ എക്സ്പീരിയൻസസ് ഒക്കെ വെച്ച് ഡയറി എഴുതാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്, ഹെൽപ്പ് ദിൽന റൈറ്റ് ഹെർ ഡയറി. ദിൽനയെ ഡയറി എഴുതാൻ സഹായിക്കുക. അതായത് ദിൽന ഡയറി എഴുതുന്ന രീതിയിൽ നിങ്ങൾ ഡയറി എഴുതുക. അതിലെന്തൊക്കെ ഉൾക്കൊള്ളിക്കണം? അവൾ ഗ്രാൻഡ്മയുടെ കൂടെ ഹോളിഡേയ്സ് ആഘോഷിച്ചതും, ഗ്രാൻഡ്മ അവളെ പാഡി ഫീൽഡിലും പോൺസ്, ഹിൽസ് ഇതൊക്കെ കാണാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയതും, വില്ലേജിൻ്റെ ബ്യൂട്ടി ആസ്വദിച്ചതും, പിന്നെ രാത്രിയിൽ കഥകൾ പറഞ്ഞു തന്നതും, ഇതൊക്കെ ഉൾക്കൊള്ളിച്ച് വേണം നിങ്ങൾ ഡയറി എഴുതാൻ വേണ്ടി. അപ്പോൾ നമ്മൾക്ക് ഈ ക്വസ്റ്റ്യനിലുള്ള ഈ സെൻറ്റൻസും വേർഡ്സും ഒക്കെ തന്നെ ഏകദേശം യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് എങ്ങനെ ഡയറി എഴുതാം സിമ്പിളായിട്ട്. ഓക്കെ, ഫസ്റ്റിൽ എന്ത് ചെയ്യുക? ഡേറ്റ് കൊടുക്കുക, 20th August 2025, തേഴ്സ്ഡേ ദിവസം എഴുതുക. നെക്സ്റ്റ്, ടുഡേ ഐ ആം വെരി ത്രില്ലിംഗ് ആൻഡ് ഹാപ്പി ടു റൈറ്റ് മൈ ഡയറി. ഇന്ന് ഞാൻ വളരെ ത്രില്ലിംഗ് സന്തോഷത്തിലുമാണ് എൻ്റെ ഡയറി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ. ബിക്കോസ്, കാരണം എന്താണ്? ടുഡേ ഐ റീച്ച് ബാക്ക് മൈ ഹോം ആഫ്റ്റർ സ്പെൻഡിങ് ഹോളിഡേയ്സ് വിത്ത് മൈ ഗ്രാൻഡ്മ. ഇന്നാണ് ഞാൻ എൻ്റെ ഗ്രാൻഡ്മയുടെ കൂടെ ഹോളിഡേയ്സ് ആഘോഷിച്ചതിന് ശേഷം തിരിച്ചെത്തിയത്. ഐ ഹാവ് സം അൺഫോർഗറ്റബിൾ മൊമെൻറ്റ്സ് ഇൻ ദ പാസ്റ്റ് ഫ്യൂ ഡേയ്സ്. എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളുണ്ടായി അല്ലേ. നമുക്ക് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യനിലുള്ള ആ സെൻറ്റൻസ് തന്നെ യൂസ് ചെയ്യാം. ഗ്രാൻഡ്മ ടുക്ക് ഹെർ ടു നിയർ ബൈ പാഡി ഫീൽഡ്സ്, പോൺസ് ആൻഡ് ഹിൽസ് എന്നുണ്ടല്ലോ. ഷീ എൻജോയ്ഡ് ദ ബ്യൂട്ടി ഓഫ് ദ വില്ലേജ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ എഴുതാം? ഗ്രാൻഡ്മ ടുക്ക് ഹെർ എന്നുള്ളത് ഞാനാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ ടുക്ക് മീ, അപ്പോൾ ഹെറിന് പകരം മീ ആക്കുക. ടുക്ക് മീ ടു നിയർ ബൈ പാഡി ഫീൽഡ്സ്, പോൺസ് ആൻഡ് ഹിൽസ്. ഗ്രാൻഡ്മ എന്നെ പാഡി ഫീൽഡും പോൺസും ഹിൽസും ഒക്കെ കാണാൻ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ എന്ത് എഴുതാം? ഷീ എൻജോയ്ഡ് ദ ബ്യൂട്ടി ഓഫ് ദ വില്ലേജ് എന്നുണ്ടല്ലേ. ഷീ എൻജോയ്ഡ് ദ ബ്യൂട്ടി ഓഫ് ദ വില്ലേജ്. അപ്പോൾ അവൾ എന്നുള്ളതിന് പകരം ഞാനല്ലേ എഴുതുന്നത്. അപ്പം ദിൽനയാണല്ലോ എഴുതുന്നത്. ദിൽനക്ക് പകരം നിങ്ങളാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ എന്ത് എഴുതാം? ഐ എൻജോയ്ഡ് ദ ബ്യൂട്ടി ഓഫ് ദ വില്ലേജ്. ഡയറി എഴുതുമ്പോൾ എപ്പോഴും ഐ നിന്ന്, അതായത് നമ്മൾ എഴുതുന്നതാണല്ലോ ഡയറി, അപ്പം ഐ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഐ എൻജോയ്ഡ് ദ ബ്യൂട്ടി ഓഫ് ദ വില്ലേജ്. നെക്സ്റ്റോ, ഇൻ ദ നൈറ്റ് ഗ്രാൻഡ്മ ടോൾഡ് ഹെറിന് പകരം മീ. എനിക്ക് കുറേ കഥകൾ പറഞ്ഞു തന്നു അല്ലേ. രാത്രിയിൽ ഗ്രാൻഡ്മ എനിക്ക് കുറേ കഥകൾ പറഞ്ഞു തന്നു. ഇൻ ദ നൈറ്റ് ഗ്രാൻഡ്മ ടോൾഡ് മീ മെനി സ്റ്റോറീസ്. പിന്നെ എന്തെഴുതാം? ദിൽന റീച്ച്ഡ് ബാക്ക് ഹോം ആഫ്റ്റർ സ്പെൻഡിങ് ഹോളിഡേയ്സ് വിത്ത് ഗ്രാൻഡ്മ എന്നുള്ള സെൻറ്റൻസ് ഉണ്ടല്ലോ. അപ്പോൾ ദിൽനക്ക് പകരം എന്താണ്? ദിൽന എഴുതുന്നതാണല്ലോ, അതായത് ദിൽനക്ക് പകരം നമ്മൾ എഴുതുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ദിൽന മാറ്റിയിട്ട് എന്ത് ചെയ്യുക? ഐ റീച്ച്ഡ് ബാക്ക് ഹോം. ദിൽന മാറ്റിയിട്ട് ഇവിടെ ഐ എന്ന് എഴുതുക. ഐ റീച്ച്ഡ് ബാക്ക് ഹോം ആഫ്റ്റർ സ്പെൻഡിങ് ഹോളിഡേയ്സ് വിത്ത് മൈ ഗ്രാൻഡ്മ. ഇനി ലാസ്റ്റ് സെൻറ്റൻസ് എന്ത് കൊടുക്കാം? ഐ റിയലി എൻജോയ്ഡ് ദ ഹോളിഡേയ്സ് വിത്ത് മൈ ഗ്രാൻഡ്മ. മിസ് യു ഗ്രാൻഡ്മ. Okay, thank you for watching.